രേണുക, പറയൂ. ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ കുറെ പെൺകുട്ടികൾക്ക് മെസ്സേജ് അയച്ചു, അതെ. രാത്രി ചാറ്റിങ് ഏത് തരത്തിലാണ് എന്നുള്ളത് നമുക്കറിയാം. ആ ഓക്കെ, ആയിക്കോട്ടെ. ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളൊന്നുമല്ല. പക്ഷെ നോർമലി നമ്മൾ ഇപ്പൊ പറഞ്ഞ ഒരു ആൺകുട്ടി പെൺകുട്ടിക്ക് മെസ്സേജ് അയക്കുന്നു, അത് പ്രത്യേകിച്ച് രാത്രിയിലാവുമ്പോഴേ അത് മോശപ്പെട്ട മെസ്സേജ് ആണെങ്കിൽ അത് ഒരു തവണയല്ലേ സംഭവിക്കുള്ളൂ. എതിർ ഭാഗത്ത് നിൽക്കുന്ന പെൺകുട്ടിക്ക് എന്തൊക്കെ ഓപ്ഷൻ ഉണ്ട്? ഒന്നുകിൽ അപ്പൊ തന്നെ കേസ് കൊടുക്കാം, അല്ല കേസ് കൊടുത്തിട്ടില്ലെങ്കിൽ ആദ്യം തന്നെ അയാളോട് പറയും മേലാൽ ഇങ്ങനെ അയക്കരുത്, നമ്പർ ബ്ലോക്ക് ചെയ്തൂടെ. അപ്പൊ ഇതൊന്നും ചെയ്യാതെ ഇങ്ങനെ ആരോപണങ്ങൾ പിന്നീട് വരുമ്പോഴേ എന്തുകൊണ്ട് അന്ന് ചെയ്തില്ല എന്ന ചോദ്യം ഇപ്പൊ പലരും സോഷ്യൽ മീഡിയയിലൊക്കെ ചോദിക്കുന്നുണ്ട്. അത് രാഹുൽ മാങ്കൂട്ടത്തിന്റെന്നല്ല, ഇപ്പൊ വേടന്റെ കേസായാലും ഇത്തരത്തിലുള്ള ഓരോ കേസുകൾ വരുമ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ഒരു സാധനം, ഈ 1 വർഷം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 5 വർഷം കഴിഞ്ഞിട്ട് പിന്നെ വേടൻ റേപ്പ് ചെയ്തു പറയുന്നുണ്ട്. അല്ല, പക്ഷെ ഈ മെസ്സേജിംഗ് ഒക്കെ കുറെ ചാറ്റ് കാണിക്കുന്നു, ഇതൊക്കെ 5 വർഷമൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നതുകൊണ്ട് എന്താണ്? പിന്നെ അയാളുടെ ചാറ്റ് മാത്രം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുക, അപ്പൊ ഇവരുടെ റിപ്ലൈസ് ഒക്കെ എന്താവും? അതും ഓഡിയൻസിന് കാണണ്ടേ? അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. എന്റെ സംശയമാണ്, സംശയം തോന്നി. ഇപ്പൊ ആരെങ്കിലും രാത്രി നോർമലി രേണുവിന് റിക്വസ്റ്റ് അയച്ച് മെസ്സേജ് അയച്ച് ഇങ്ങനെ, അപ്പൊ ആ റൂട്ട് പോകുമ്പോ തന്നെ ഏകദേശം നിനക്ക് മനസ്സിലാവും, ഏതൊരു പെൺകുട്ടിക്കും മനസ്സിലാവും. നോർമൽ നമ്മൾ ഫ്രണ്ട്ലി ചാറ്റ് ആയിരിക്കും. എഫ്ബിയിലൊക്കെ കുറെ ആളുകൾ സാധാരണ മോശപ്പെട്ടാണെങ്കിൽ നമ്മൾ ആ അക്കൗണ്ട് മൈൻഡ്, എനിക്ക് തീരെ പരിചയമില്ലാത്തവരാണെങ്കിൽ മെസ്സേജ് നോക്കാറ് പോലില്ല. നമുക്ക് മെസ്സേജ് റിക്വസ്റ്റിലല്ലേ വന്ന് കിടക്കുക, നമുക്കത് നോക്കാണ്ടിരിക്കാം. അല്ലെ വേറെ രീതിക്ക് നമുക്ക് കമന്റ്സ് ഒക്കെ ആ അക്കൗണ്ടിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ അവരെ ബ്ലോക്ക് ചെയ്യാം. എന്തേലും അങ്ങനത്തെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അല്ലെങ്കിൽ വീട്ടിൽ പറയായിരുന്നു, അല്ലെങ്കിൽ അത്രയും മോശപ്പെട്ടതാണെങ്കിൽ കേസ് കൊടുക്കാം. ഇതൊക്കെ കഴിഞ്ഞ ഓരോ അവസരത്തിന് വേണ്ടി ഓരോരുത്തർ വെയിറ്റ് ചെയ്യുന്ന പോലെ ഞാനും ചേട്ടൻ പറഞ്ഞവരെ മാങ്കൂട്ടത്തിന് സപ്പോർട്ട് ചെയ്തോന്നല്ല, അത് മാങ്കൂട്ടെന്ന് വെച്ചിട്ടല്ല പറയുന്നതും രാഹുലിനെ വെച്ചിട്ടല്ല പറയുന്നതും. പക്ഷേ രാഹുലിന്റെതാണല്ലോ ഇപ്പൊ ഓരോ ദിവസവും ഇറങ്ങുമ്പോഴേ നമ്മള് ഓരോ ചാനല് മാങ്കൂട്ടത്തിന്റെ പുതിയ ചാറ്റ്. ഞാൻ ചോദിക്കട്ടെ, ഒരു ചോദ്യത്തിന് ഒരു 10 വീഡിയോ കോൾ ചെയ്തെന്ന് പറഞ്ഞിട്ട് സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പൊ ഈ വീഡിയോ കോൾ ചെയ്തിരിക്കുന്ന അപ്പുറത്തൊരു വ്യക്തി ഉണ്ടാവുമല്ലോ, ആദ്യം ഈ ഒരു സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഒരുപാട് സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ ആ കോള് ഒരുപാട് നേരം കൊണ്ടുപോയതുകൊണ്ടാവില്ലേ? അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഈ ഇതാരാണ് എന്താണെന്ന് ചാനലുകാർക്ക് പറയാനുള്ള ഒരു പ്രശ്നം കൂടെ ഉണ്ട് നിയമപരമായിട്ട്. അത് പീഡനമൊക്കെയാണ്, പിന്നെ ഇരയുടെ നമ്മൾ ന്യായീകരിക്കുന്നില്ല, തെറ്റാണ്. പക്ഷെ ഇതിന് അങ്ങനെ ഒരു വശം കൂടി ഉണ്ട്. ആരെ ഇപ്പം ചാറ്റ് എന്താ പറയാ, ഒരു 10 ചോദ്യങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ ഒരു 5 ചോദ്യങ്ങൾ അങ്ങോട്ട് പോയിട്ട് 10 മറുപടി ഇങ്ങോട്ട് വരും. പിന്നെ ഈ ചാനലിന്റെ മുന്നിലേക്ക് ഇപ്പൊ ഇത്രയും ധൈര്യത്തോടെ വന്ന് സംസാരിക്കുന്നവർ എന്തുകൊണ്ട് ഇത് ആ തുടക്കത്തിലെ ഇതുപോലെ വന്ന് പറഞ്ഞില്ല, പേടിയായിരുന്നു എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ്? അതും ദുരൂഹമാണ്. ഇത് എന്തായാലും ഇത് ഞാൻ മെയിനായിട്ട് രാഹുല് ഗർഭചിത്രം നടത്താൻ ആ ഓഡിയോ ഒന്നും നമ്മൾ ഒരിക്കലും അംഗീകരിക്കുന്നില്ല. അങ്ങനെ ഒരു പെൺകുട്ടിയോടും പ്രണയിച്ചു, ലൈംഗികമായി ബന്ധപ്പെട്ടു, അതൊക്കെ ഉഭയകക്ഷി പ്രകാരമായിരിക്കും. അഥവാ ഗർഭിണി ആയാൽ തന്നെ അത് വേറെ രീതിയിൽ ആ കുഞ്ഞിനെ വളർത്താനുള്ള നോക്കേണ്ടത്. ഈ റേപ്പ് ചെയ്തതോ അല്ലെങ്കിൽ ഗർഭിണി ആയതൊന്നും പ്രശ്നമില്ല, അത് അബോർഷൻ ചെയ്യാൻ പറഞ്ഞതാണോ അപ്പൊ അവിടുത്തെ പ്രശ്നം? അതുകൊണ്ടാണോ ക്രിമിനൽ കുറ്റമാണ് നിർബന്ധിത ഗർഭചിത്രം തന്നെ ക്രിമിനൽ. അപ്പൊ അത് പറഞ്ഞിട്ടാണോ ഇപ്പൊ ഈ പെൺകുട്ടി രംഗത്ത് വന്നിട്ടില്ല? അല്ലല്ലോ, ആ ഓഡിയോ ആണ് ഇപ്പൊ കുരുക്കായത്. പക്ഷെ മെയിനായിട്ട് എനിക്ക് തോന്നുന്നത് എന്നാലും ഇതിന്റെ ബാക്കിൽ പറയുന്നൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു, കോഴിയാണെന്ന് പറഞ്ഞ എല്ലാരും മുദ്ര കുത്തുന്നു. അപ്പൊ അതാണ് ഞാൻ ചിന്തിക്കുന്നത്. മറ്റൊന്ന് ഈ നീണ്ടുപോകുന്ന ചാറ്റ്, ഇപ്പൊ അതായത് ഒന്നുകിൽ ഈ ആളെ പിന്നീട് ഇയാൾക്കെതിരെ ഒരു പണി കൊടുക്കാം എന്ന് കരുതിയിട്ട്, ഇതിപ്പോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആവണോ, നാളെ ഇപ്പൊ ഏതൊക്കെ DYFI നേതാവോ BJP കാരനോ ലീഗുകാരനോ, അല്ല ഇതൊന്നും അല്ലാത്ത സാധാരണക്കാരനാണെങ്കിൽ പോലും ആ സമയം ഒന്നും പറയാതെ ഇതൊക്കെ മനഃപൂർവ്വം സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചിട്ട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടാവും ചിലപ്പോ. നേരത്തെ നമ്മൾ അതൊക്കെ ഒരാളെ കരിവാരി തേക്കുന്നതിന് തുല്യല്ലേ മനഃപൂർവ്വം ഇങ്ങനെ ചെയ്യുമ്പോ. ചാറ്റിംഗ് എനിക്ക് വലിയ ഇത് തോന്നുന്നില്ല. കാരണം ഒരാൾ മാത്രം സംസാരിച്ചാൽ അത് സംസാരമാവോ? ഞാൻ ഇങ്ങനെ മനഃപൂർവ്വം കേസ് കൊടുക്കാനാണെങ്കിലും ഇത്രയും ദിവസത്തേക്ക് ചാറ്റ് വേണോ? ഒരു ദിവസത്തെ അല്ലെങ്കിൽ ഒരു നേരത്തെ ചാറ്റിന്റെ സ്ക്രീൻഷോട്ട് പോരെ?
അപ്പൊ മാത്രമല്ല കുറെ ഓപ്ഷൻ ഉണ്ട്, ബ്ലോക്ക് ചെയ്യുക, ആ നമ്പർ ഡിലീറ്റ് ചെയ്യുക. അപ്പൊ ഇതിപ്പോ പല കേസുകളും നമുക്ക് നോക്കുമ്പോ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളോട് നമുക്കൊരു എന്റർടൈൻമെന്റിന് വേണ്ടി നമ്മള് ചാറ്റുന്നോ വിളിക്കുന്നോ റേപ്പ് ചെയ്യുന്നോ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവര് കുറ്റക്കാര്. അത് കുറെ പേര് ചോദിച്ചിട്ട് വരുന്നുണ്ട്, ഈ ആണുങ്ങൾ ചെയ്യുമ്പോ മാത്രമാണോ കുറ്റം, പെണ്ണുങ്ങൾ ചെയ്യുന്ന അല്ലേ? ആണിനും ഈ പറഞ്ഞ പോലെ അപമാനവും അഭിമാനവും ഒക്കെ ഉണ്ട്. രാഹുൽ കുറെ ആണുങ്ങൾ ഖേദിക്കുന്നുണ്ട്, അവരുടെ കമന്റ്സ് ഒക്കെ നമുക്ക് കാണാൻ പറ്റാറുണ്ട്. ഖേദിക്കുന്നല്ല, പല കേസുകളിലും അവസാനം നമ്മൾ കണ്ടില്ലേ, ഈ പോക്സോ കേസിലൊക്കെ 60-75കാരൻ 1 വർഷമൊക്കെ ജയിലിൽ കിടന്ന അവസ്ഥയൊക്കെ നമ്മളെ മുന്നിലുണ്ടല്ലോ. അപ്പം ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിലും അവനും വീടുണ്ട്, അമ്മയുണ്ട്, സഹോദരിയുണ്ട്, അവരെ മുന്നിലൊക്കെ തലതാഴ്ത്തി നടക്കേണ്ട ഒരു ഗതികേട്. പിന്നെ ഇങ്ങനെ ഇപ്പൊ ഇന്ന് മാങ്കൂട്ടത്തിന്റെ സംസാരത്തില് നിയമപരമായിട്ട് തെളിവുകളോ അല്ലെങ്കിൽ എന്താ കേസൊന്നും എടുത്തിട്ടില്ല, അതുകൊണ്ട് രാജിവെക്കുന്നില്ല അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഒന്ന് ഇവരെന്തുകൊണ്ട് നേരിട്ട് പരാതിപ്പെടുന്നില്ല എന്നുള്ള ചോദ്യം കൂടെ ഉണ്ട്. പരാതിപ്പെട്ട് നിയമത്തിലേക്ക് കടന്നിട്ടില്ലല്ലോ, നിയമപരമായി ഔദ്യോഗികമായിട്ട് പരാതി കൊടുത്തിട്ടില്ല. ഇത് പരാതി കൊടുത്താൽ തെളിവ് കാണിക്കേണ്ടി വരും, അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ, നിങ്ങൾ ആണാണോ പെണ്ണാണോ ആരായാലും നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആള് നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത രീതിയിൽ സംസാരിക്കുമ്പോൾ അത് തടയാനുള്ള എല്ലാ ഓപ്ഷനും എല്ലാ മൊബൈലിലും ഉണ്ട്. നമ്മള് പറയാണ്ട് നമുക്കാരും മെസ്സേജ് അയക്കില്ല, അല്ലെങ്കിൽ നമ്മളെ ഇതുപോലെ റൂമിലേക്ക് വിളിച്ചു വരുത്തി റേപ്പ് ചെയ്തു എന്നൊക്കെ പറയുന്നതിൽ ഒരു ന്യായം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അതന്നെയല്ലേ.